എമ്പുരാൻ കൊച്ചു കേരളത്തിൽ നിന്നൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തൊക്കെയായി ഈ നാട്ടിൽ നടക്കുന്നത്? ചില നേതാക്കന്മാർ പറയുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം. എന്നാൽ നേതാക്കന്മാരുടെ വാക്കിനൊക്കെ പുല്ല് വില കൊടുത്ത് പല കുട്ടി നേതാക്കന്മാരും എമ്പുരാൻ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് ലാലേട്ടൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി ഒഴിവാക്കാൻ കോടതി വരെ കയറുന്ന ചില ആളുകൾ പറയുന്നു. ചില ആളുകൾ പറയുന്നു പൃഥ്വിരാജിൻ്റെ ഇൻകം സോഴ്സ് അന്വേഷിക്കണം. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിൽ പൃഥ്വിരാജ് പോയ സമയത്ത് പൃഥ്വിരാജിൻ്റെ ബന്ധങ്ങൾ, ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജിൻ്റെ അവിടുത്തെ ബന്ധങ്ങൾ ആരെയായിട്ട് കണ്ടു, എങ്ങനെ കണ്ടു എന്നുള്ളത് അന്വേഷിക്കണമെന്ന് പറയുന്നു. ചിലർ പറയുന്നു പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റ്, പൃഥ്വിരാജിൻ്റെ പ്രോപ്പർട്ടീസ്, ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് പോലും ഇല്ലാത്ത അത്ര പ്രോപ്പർട്ടീസ് പൃഥ്വിരാജ് എങ്ങനെ വാങ്ങി, ഈ പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് സംഘ് എലമെൻറ്റുകൾ ചാട്ടി ഇറങ്ങി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞേക്കുന്ന വേറൊരു കാര്യം സെൻസറിങ് സംഗതിയാണ്. ഓക്കെ, എന്താണെങ്കിലും പടം റീസെൻസർ ചെയ്യും എന്നുള്ള രീതിയിൽ കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. മറുനാടൻ പിന്നെ സിനിമേനെ എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങേര് രാവിലെ എണീച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇന്നലെയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങേരുടെ ലൈൻ അങ്ങനെയാണ്, പ്രത്യക്ഷത്തിൽ ആദ്യം തന്നെ അങ്ങോട്ട് അടിച്ച് കൊട്ടി തുടങ്ങില്ല, പക്ഷെ പറയുന്നതും ടൈറ്റിലിടുന്നതും ഉള്ളിലൂടെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നതും സിനിമ സീനാണ്. അല്ലെങ്കിൽ സിനിമക്കാർ കാല് പിടിച്ചു പൃഥ്വിരാജ് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് ആ സിനിമയെ എങ്ങനെയൊക്കെ പ്രത്യക്ഷത്തിലല്ലാത്ത രീതിയിൽ ആളുകളിലേക്കൊരു പാക്കേജായിട്ട് എന്നാൽ കാണുന്ന ആളുകൾക്ക് സംഘിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, എന്നാൽ സിനിമയിലെ കാര്യം പറഞ്ഞു എന്നുള്ളൊരു വെള്ള പൂശിയ മുഖവും വെച്ചിരുന്നിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളാണ് പറയാം. ആ രീതിയിലുള്ളൊരു പരിപാടി അങ്ങനെ ഒരു സൈഡിൽ പട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. സോ മറുനാടനിലും കണ്ടു, ഇതിൽ മോഹൻലാലും മമ്മൂട്ടിയും കൂടിയും ആൻ്റണി വരുമ്പോൾ അവരൊക്കെ സുരേഷ് കുമാറിൻ്റെ കാല് പിടിക്കാൻ പോയിരിക്കുകയാണ്. റീസെൻസർ ചെയ്യും പടം എന്നൊക്കെ ഉള്ളത് കൊടുക്കുന്നുണ്ട്. റീസെൻസറൊക്കെയാണ് ഇവിടുത്തെ വിഷയം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ എത്രയും പെട്ടെന്ന് കയറിയിട്ട് പടം കാണുക. ഓക്കെ, കാരണം BCCയുടെ ഡോക്യുമെൻ്ററി വരെ ഇവിടെ വരാൻ സമ്മതിക്കാതെ ബാൻ ചെയ്ത ഒരു ഭരണകൂടമുള്ള നാടാണ്. അപ്പോൾ പിന്നെ ഒരു സിനിമ റീസെൻസർ ചെയ്യിക്കാനും അവർക്ക് വലിയ സീനൊന്നും കാണില്ല. ഓക്കെ, സെൻസറിങ് ഇഷ്യൂസ് ഓൾറെഡി ഈ സിനിമേൻ്റെത് ചർച്ചയായിട്ടുണ്ട്. BJP നേതാക്കന്മാരടക്കമുള്ള സെൻസർ ബോർഡ് എന്തുകൊണ്ട് ഈ സിനിമ സെൻസർ ചെയ്തപ്പോൾ ഇതിൽ ഇങ്ങനത്തെ എലമെൻറ്റ്, പൊളിറ്റിക്കൽ എലമെൻറ്റ് ഇവരെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കണ്ടിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടി കണ്ടിട്ടും നിങ്ങൾ എന്തുകൊണ്ടത് വെട്ടിയില്ല എന്നുള്ള ചോദ്യമൊക്കെ BJP നേതൃത്വം ചോദിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ 2 ഭാഗങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ സെൻസറിങ്ങിൻ്റെ ടൈമിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ, ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശം. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എഗെയിൻ ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. കുറച്ചു കാലം മുമ്പ് കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് BJP നേതാവും ഇവിടുത്തെ ഇപ്പോൾ റൺ ചെയ്യുന്ന എമ്പുരാൻ സിനിമയിൽ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു നേതാവിനെ കളിയാക്കി എന്ന് പറയപ്പെടുന്ന നേതാവിൻ്റെ ഒറിജിനൽ വേർഷൻ എന്ന് സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവും വന്നിരുന്ന അന്ന് അടിച്ച ഡയലോഗാണ്. ഞാൻ ആ സമയത്തിട്ടൊരു വീഡിയോ ആണ്. ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യത്തിൽ കെ സുരേന്ദ്രൻ എന്തോ പറഞ്ഞല്ലോ. സെൻസർ ബോർഡിന്റെ അനുമതി കിട്ടിയാൽ എവിടെ സിനിമ നടക്കും? അത് DYFI ഓഫീസിൽ നിന്നല്ല, യൂത്ത് ലീഗിന്റെ ഓഫീസിൽ നിന്നല്ല, സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. ഇതുവരെ മിണ്ടാത്തവരൊക്കെ മറ്റ് സിനിമകളും നാടകങ്ങളും വന്നപ്പോ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്തിനാണ് വരുന്നതെന്ന് അറിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ അനുമതി, ആവിഷ്കാര സ്വാതന്ത്ര്യം ആരായി പറയണേ? ഷാറുഖ് ഖാന്റെ 10ാം സിനിമ വന്ന സമയത്ത് ദീപിക പദുക്കോന്റെ ഷെഡിന്റെ കളറ് പറഞ്ഞ് സെൻസർ ബോർഡിനെ വെല്ലുവിളിച്ച ആളുകളാ. അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഷെഡിന്റെ തറന്നൊക്കെ പറഞ്ഞ് വൻ സീനുണ്ടാക്കിയിട്ട് എടോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞു 32,000 സ്ത്രീകളുടെ കഥ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കും. ആ എക്സാജുറേഷനും വേണ്ട, ആ ടൈറ്റിൽ ദ കേരള സ്റ്റോറി ഒന്നും വേണ്ട, സ്റ്റോറി ഓഫ് 3 ഗേൾസ് എന്ന് പറഞ്ഞ് കൊടുത്തോട്ടെ. ഷെഡിനെ നിറം നോക്കിയിട്ടില്ലേ നമ്മളാരും. കേരള സ്റ്റോറി പോലത്തെ ഒരു പ്രൊപ്പഗൻഡ മൂവി ഇവിടെ ഇറങ്ങിയ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം, സെൻസർ ബോർഡ് അത് അംഗീകരിച്ചു. സെൻസർ ബോർഡിന് എന്തെങ്കിലും വിഷയം, സെൻസർ ബോർഡ് അത് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ സെൻസർ ബോർഡ് വരെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ സിനിമ ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് പ്രമോട്ട് ചെയ്ത സംഘ് ഹാൻഡിലുകൾ ഇപ്പോൾ കുരുപൊട്ടിക്കരയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. മനസ്സിലായ?
പിന്നെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ED വീട്ടിൽ വരും, അപ്പം റെയ്ഡ് വരും, അപ്പം പ്രശ്നങ്ങളാണല്ലോ. അപ്പം ഈ വിഷയങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യം വെക്കുന്നത് തന്നെ ഈ പൃഥ്വിരാജിൻ്റെ കണക്ഷൻസൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പലരും പറഞ്ഞ സംസാരങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരുമായെല്ലാം സമ്പർക്കം പുലർത്തിയെന്ന് അന്വേഷിക്കണം കെ ഗണേഷിൻ്റെ പോസ്റ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇനി ഗണേഷ് വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ശ്രദ്ധാപൂർവം കേട്ട് നോക്കാം എന്താണ് ഗണേഷ് പറഞ്ഞത് എന്നുള്ളത്. എമ്പുരാൻ മാത്രമല്ല അതിന് മുൻപേയുള്ള സിനിമകളിലൂടെ പൃഥ്വിരാജ് ദേശവിരുദ്ധത ഒളിച്ചു കിടത്തുന്നുവെന്നാണ് താങ്കൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുള്ളത് അല്ലേ? എന്ത് ദേശവിരുദ്ധതയാണ്? ഞാനൊരു പൃഥ്വിരാജിൻ്റെ തുടക്കം മുതലുള്ള സിനിമകൾ കാണുന്ന ഒരാളാണ്. ഇത്തരം ഈ ആടുജീവിതത്തിന് ശേഷം, പ്രത്യേകിച്ച് ഈ ജോർദാനിലെ വാസത്തിന് ശേഷം പൃഥ്വിരാജിൻ്റെ സിനിമകൾ, മലയാളത്തിൽ വന്ന സിനിമകൾ പലപ്പോഴും ഒരു ദേശവിരുദ്ധമായിട്ടുള്ള സിനിമകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പലപ്പോഴും പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ പലപ്പോഴും എന്നെ ആശങ്കപ്പെടുത്തുന്നത് അതാണ്. കാരണം അതിന് മുന്നേ ഉള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്നും അത്ര സിനിമകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷം വന്ന കുരുതിയാണെങ്കിലും, അതിന് ശേഷം വന്ന ഈ ഇപ്പം എമ്പുരാനാണെങ്കിലും ജനഗണമനയാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ സിനിമകളെ, ഇതിനെ വിമർശിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് പലപ്പോഴും ഇതിന് ശേഷം വന്നത്. അത് ഇത്തരത്തിലുള്ള ഈ ജോർദാനിലൊക്കെ ഈ കൊറോണ കാലഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവിടുത്തെ ജീവിതത്തിൽ ISI പോലെയുള്ള ആശയങ്ങളുമായിട്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം പൃഥ്വിരാജിന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആശങ്കയാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കാരണം. അല്ല, സിനിമ ബഹിഷ്കരിക്കുകയല്ല, സിനിമ കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കേണ്ടവർക്ക് കാണാതിരിക്കാം എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇത്തരം എന്നെ പോലുള്ള ആളുകൾക്ക്, സിനിമാ പ്രേമികൾക്ക് തന്നെ ഇത്തരത്തിലുള്ള ആശങ്ക ഉണ്ട് എന്നതാണ്. പൃഥ്വിരാജ് IS ആശയങ്ങൾ സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നു എന്നാണ് യുവമോർച്ച പറയുന്നത്. അല്ല, ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, ISIയുടെ ആശയങ്ങൾ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? കാരണം അതിന് മുന്നേ ഉള്ള സിനിമകളിൽ അത്തരം സിനിമകളിലൊന്നും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷം വന്ന സിനിമകളിൽ ഇത്തരം ഒരു ആശങ്കകൾ, ഇത്തരം ആശയങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നതാണ്. അന്വേഷണം വേണമെന്നുകൂടിയാണോ? തീർച്ചയായും അന്വേഷണം വേണം. കാരണം എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം വേണ്ടത് തന്നെയാണല്ലോ. ഇപ്പോൾ BJP നേതാക്കൾ തന്നെ പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ സിനിമയെ കണ്ടാൽ മതി എന്നാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം. അപ്പോൾ യുവമോർച്ച എന്താണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാൻ കാരണം? അല്ല, തീർച്ചയായും സിനിമയെ തന്നെ കണ്ടാൽ മതി. പക്ഷേ ഇത്തരത്തിൽ സിനിമയിലുള്ള ഉള്ളിലൂടെ കടത്തിവിടുന്ന ആശയങ്ങൾ അത് സമൂഹത്തിൽ ചില സമയത്ത് ചലനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അത്തരം ആശയങ്ങൾ ഉള്ളിലൂടെ കടത്തിവിടാനുള്ള ശ്രമം ഈ അറേബ്യൻ വാസത്തിന് ശേഷം പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് തന്നെയാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് ഉണ്ടാകുന്ന ആശങ്ക. എൻ്റെ യുവമോർച്ച നേതാവേ, നിങ്ങളൊരു കാര്യം ചെയ്യും. അറേബ്യൻ വാസത്തിന് ശേഷം ഈ പൃഥ്വിരാജ് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പോയി നോക്കൂ. അല്ല, നിങ്ങൾ ഇനി അതും കൂടി ഇനി പറയാൻ ബാക്കിയുള്ളൂ. അതിനിപ്പം നിങ്ങൾ അതിനായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ CBIനെയൊക്കെ വിട്ടിട്ട് പൃഥ്വിരാജിൻ്റെ ട്രൗസർ അഴിച്ചു നോക്കുന്ന പരിപാടി നിങ്ങൾ കാണിക്കൂ. അല്ല, പൃഥ്വിരാജിൻ്റെ നട്ടലിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ പല നേതാക്കന്മാരും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കേട്ട്. നട്ടലുണ്ടോ, നട്ടലില്ല. ഇനി അടുത്ത നിങ്ങളെ ചോദ്യം വരാൻ പോകുന്നത് അറേബ്യൻ വാസത്തിന് ശേഷം, ആടുജീവിതത്തിൻ്റെ അറേബ്യൻ വാസത്തിന് ശേഷം പൃഥ്വിരാജ് സുന്നത്ത് ചെയ്തു. ഇതായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോണത്. ലേശെങ്കിലും ഉളുപ്പ് വേണ്ട ഇപ്പം ഈ വർത്താനൊക്കെ പറയുന്നതിൽ. സിനിമയാണ്, ആൻഡ് ദേ ഹാവ് ഓൾറെഡി മെൻഷൻഡ്. അവർക്കുള്ള പൊളിറ്റിക്കൽ ലീനിങ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ പൊക്കിക്കൊണ്ടുവരുന്ന വേറെ കുറേ സാധനങ്ങളുണ്ട്. പൃഥ്വിരാജിൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു ഫോട്ടോ എടുത്ത് പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. ഓക്കെ, മുരളി ഗോപിയുടെ അച്ഛൻ്റെ പഴയൊരു ഫോട്ടോ എടുത്ത് പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. ഇടയിൽ പൃഥ്വിരാജ് ആണെങ്കിലും മുരളി ഗോപി ആണെങ്കിലും കൃത്യമായി കാര്യങ്ങൾ ഇതിന് മുമ്പേ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേക്ക്, തൽക്കാലം നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് രാഷ്ട്രീയ ശക്തികളെക്കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കാൻ സാധിക്കും. ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും. ഇനി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉടലെടുക്കുകയാണെങ്കിൽ അന്നൊരു പൊളിറ്റിക്കൽ സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ അവരെയും പരാമർശിക്കും തീർച്ചയായിട്ടും. ക്ലിയർ ആണ്. പൃഥ്വിരാജൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2019 പറഞ്ഞതാ. പരാമർശിക്കും. ഇതിനെന്താ വിഷയം? ഇത് ചുമ്മാ കിടന്നിട്ട് ഇനി മുരളി ഗോപിൻ്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്ക്. മുരളി ഗോപിൻ്റെ ടിയാൻ എന്ന് പറഞ്ഞ മൂവിയുടെ എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് ആ പടം പോകാത്തത് കൊണ്ടായിരിക്കും സംഘപരിവാറിന് ഇത്രത്തോളം ചൊറിച്ചിൽ ഇളകാഞ്ഞ്, അല്ലെങ്കിൽ BJPക്ക് ഇത്രത്തോളം ഒരു ചൊറിച്ചിൽ ഇളകാഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മോദി ഭരണകൂടത്തിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ രാജ്യദ്രോഹമാവും?
BJPയോ സംഘപരിവാറോ ആണോ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്? അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? എങ്ങനെ രാജ്യദ്രോഹമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവുക ഇവർക്കെതിരെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേരളത്തിനെ വിമർശിച്ചു അല്ലെങ്കിൽ കേരളത്തിനെതിരെ എന്ന് പറയാൻ പറ്റുമോ? കേരളമാണോ പിണറായി വിജയനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംസ്ഥാന ദ്രോഹിയായിട്ട് മാറണമല്ലോ പിണറായി വിജയനെയും ഈ ഗവൺമെൻറ്റിനെയും ഇത്രത്തോളം വിമർശിക്കുമ്പോൾ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കെതിരാണ്. എന്ത് രാജ്യദ്രോഹമാണ് അതിനകത്തുള്ളത്? എന്ത് രാജ്യത്തിനെതിരാണ് അതിനകത്തുള്ളത്? ആ പാർട്ടിയും അതിൻ്റെ നേതാക്കളെയും അവർ ചെയ്ത ചെയ്തികളെയാണ് വിമർശിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, ചീഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വില ഇല്ലാത്ത വിലയാണ്. പോയതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നാട്ടിലെ മുന്നിൽ കുറച്ചും കൂടി അഴിഞ്ഞ് വീണ്ടും നിങ്ങളെ മുഖം മൂടി. മുരളി ഗോപി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഫാസിസം എന്ന് പറയുന്ന കാര്യം ഒരു മോണോപ്പൊളി അല്ല ഒന്നിൻ്റെയും. റൈറ്റ് വിങ്ങിൻ്റെ മോണോപ്പൊളി അല്ല ഫാസിസം. ലെഫ്റ്റ് വിങ്ങിലും ഫാസിസ്റ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് ഇല്ല എന്നുള്ളതാണ് മൂൺ ചെയ്യുന്നത്. ഐ ഡെസ്പറേറ്റ്ലി വോണ്ട് എ ലെഫ്റ്റ് വിങ് ഹിയർ എന്നുള്ളതാണ്. ദിസ് ഇസ് എ മോർണിംഗ്. ഇതിലിവിടെ ലെഫ്റ്റ് വിങ് ഇല്ല സത്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന ഒരു സോ കോൾഡ് നെയിം സേക്ക് ലെഫ്റ്റ് വിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ച് റൈറ്റ് വിങ്, എൻ്റെ ഫിലിംസിൽ റൈറ്റ് വിങ്ങിനെതിരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ ഏരിയാസ് ആ ഫിലിംസിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടിയാൻ ഫോർ എക്സാമ്പിൾ റൈറ്റ് വിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇറ്റ്സ് എൻ ആൻറ്റി റൈറ്റ് വിങ് ഫിലിം, ആൻറ്റി പൊളിറ്റിക്കൽ റൈറ്റ് വിങ് ഫിലിമാണ്. പക്ഷേ അതിനങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, സെലക്റ്റീവ് ആയിട്ടുള്ള വ്യൂയിങ് ഈസ് ഓൾവേസ് ദയർ. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. RSS ശാഖ എന്ന് പറയുന്നത് ഞാൻ വളർന്ന സ്ഥലങ്ങളിലുള്ള ഒരു കാര്യമാണ്. RSS ശാഖ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ സിനിമയിൽ RSS ശാഖ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? RSS ഈ സൊസൈറ്റിയുടെ പാർട്ടല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു കേറ്റർ ടു എ സർട്ടൺ തിങ്ക് ടാങ്ക് ടു മേക്ക് എ ഫിലിം. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ RSSൻ്റെ ശാഖ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ അത് കാണിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഇത്. അതിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് റൈറ്റ് വിങ്ങിനെ, ഫാസിസത്തിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത്. If you want to fight them, address them first as human beings. Then you fight. അത് ചെയ്യാത്തതാണ് ഇവിടുത്തെ കളി. ഇത് സബ്ഹ്യൂമനൈസ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ആ ഭയങ്കരമായ ശക്തിയിലല്ലേ വരുന്നത്. ആൻഡ് നൗ വി ആർ ഹെൽപ്ലെസ് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരു സെക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഇപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയ്ക്ക് നല്ല റീഡിങ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റൈറ്റ് വിങ് ഒരു തരത്തിലുള്ള റൈറ്റ് വിങ് ഇതിലുള്ള ആളല്ല. ഐ എം അഗൈൻസ്റ്റ് റൈറ്റ് വിങ്. 2023 ഈ ലൂസിഫറും ഈ പറഞ്ഞ എമ്പുരാനും എഴുതിയ മുരളി ഗോപി പറഞ്ഞതാണ് ഐ എം എഗെയിൻസ്റ്റ് റൈറ്റ് വിങ്. അയാളിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കും ഇതിലും കൂടുതൽ? യു ഗോ ആൻഡ് വാച്ച് ടിയാൻ. നിങ്ങൾക്ക് ഇതിലേറെ കൂടി കിട്ടും നിങ്ങൾക്ക്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് സിനിമ കാണാറില്ല, അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് എന്താ നടക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല പല നേതാക്കന്മാർക്കും. സിനിമ എന്താന്ന് പോലും അറിയില്ല, സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ചുമ്മാ വാട്സാപ്പിൽ വരുന്ന ഗ്രൂപ്പുകളിലെ സംഘ് ടീംസിൻ്റെ കുറേ ക്യാപ്സ്യൂളുകളുണ്ട്, അതെടുത്ത് വിഴുങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇതിനിടയിൽ കുറച്ച് വിസിബിലിറ്റി കിട്ടാനും കുറച്ച് ഫെയിം കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് പൃഥ്വിരാജിനെ പറയാം, കുറച്ച് മോഹൻലാലിനെ പറയാം, കുറച്ച് മുരളി ഗോപിനെ പറയുന്നില്ല. കാരണം എന്താ പറയുക, മുരളി ഗോപിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ മുരളി ഗോപിനെ കുറിച്ച് പറഞ്ഞാൽ അത്ര റീച്ച് കിട്ടില്ല. പൃഥ്വിരാജിനും മോഹൻലാലാണെങ്കിൽ പെട്ടെന്ന് റീച്ച് കിട്ടും. മനസ്സിലായ? ഇതിനിടയിൽ ശശികല എൻ്റെ പൊന്നെ, ഇത് വേരിഫൈഡ് വിഷം. ഇതിനിടയിൽ വന്ന് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം, കേൾക്കാതെ പോകരുത്. ഒട്ടുമിക്ക സിനിമകളും പരാജയമാണ്, സാമ്പത്തികമായ പരാജയമാണ് എന്ന് പറയുമ്പോൾ ആ സാമ്പത്തികമായ പരാജയത്തെ മറികടക്കാനുള്ള ഒരു കുതന്ത്രമായി ഇതിനെ കണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. അതില് ഒരു പക്ഷേ പ്രായമാകുമ്പോൾ അഭിനയത്തിന് വരുന്ന കുറവോ അതോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ കൊണ്ട് തുടർച്ചയായി സിനിമകൾ പരാജയപ്പെടുന്ന ചിലരെ വിജയിപ്പിച്ചെടുക്കാൻ ഇങ്ങനെയുള്ള അജണ്ടകളിലൂടെ സാധിക്കും. ചില കാര്യങ്ങൾ തുറന്നു തന്നെ നമുക്ക് പറയണം. ഇപ്പൊ നമുക്കറിയാം, മോഹൻലാൽ എന്ന നടനെ നമുക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ ഞാൻ എത്ര നേരം ഇല്ലെങ്കിൽ ഇപ്പോഴും ഇരുന്ന് കാണുന്നില്ല. പക്ഷെ ഒരിക്കലും ആ നിലവാരത്തിലേക്ക് പുതിയ സിനിമകൾക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതൊരു സത്യമാണ്. അത് അഭിനയം കൊണ്ടാകാം, അതൊരു പക്ഷേ ശരീരത്തിന് വന്ന പ്രായം വരുത്തിയ ചില മാറ്റങ്ങളെ കൊണ്ടാകാം. എന്തായാലും ആ നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പോ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം പൃഥ്വിരാജിന്റെ ഉദ്ദേശവും കാരണം വാര്യംകുന്തനെ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ തന്നെ രാഷ്ട്രപിതാവായി മാറ്റാനുള്ള ഒരു പരിശ്രമത്തൊക്കെ മോഹിച്ച് നടന്നയാളാണ്. പക്ഷെ തക്ക സമയത്തുള്ള പ്രതികരണം കൊണ്ട് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച വിധത്തിലേക്ക് അത് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ നിരാശാബോധമൊക്കെ ഇതിൽ നടപ്പാക്കുന്നു. അപ്പൊ ആരാണ് വില്ലൻ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ വേരിഫൈഡ് വേഷം ശശികലയെ പോലുള്ളവരാണ്
വേരിഫൈഡ് വില്ലന്മാർ. എന്തായാലും സംശയമുള്ളത്, പ്രായം തളർത്താത്ത വിഷം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടല്ലോ, വർഗീയത കുത്തിവെക്കാനുള്ള വിഷം നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തുണ്ടല്ലോ ഇല്ലേ? ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കുള്ള അസഹിഷ്ണുത നിങ്ങളുടെ വർത്തമാനത്തിലും നിങ്ങളുടെ വാക്കുകൾക്കകത്തുമുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ ഇത്രയും ലെജൻഡറി ആക്ടർ, നിങ്ങൾ പറയുന്നു പ്രായം ചെല്ലുന്തോറും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടുത്തു വെച്ച് നോക്ക്, പ്രായം ചെല്ലുന്തോറും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. 100 കോടി ക്ലബ്ബ് ആരെ പേരിലാണ് ഏറ്റവും കൂടുതൽ സിനിമ ഉള്ളത് നിങ്ങൾ പോയി നോക്കി. ഇനി അത് വിട്, പെർഫോമൻസുകൾ നിങ്ങൾ നോക്ക്. ആര് പ്രായം തളർത്തിയത്? എപ്പോഴാണാവോ പ്രായം തളർന്നത്? മലയാള സിനിമയിലെ ലെജൻഡറി ആക്ടേഴ്സായിട്ടുള്ള ദ ഡബിൾ എം, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി, ഈ 2 ബ്രാൻഡുകൾക്കും എവിടെയാണ് പ്രായത്തിൽ തളർച്ച വന്നത്? അവർ ചെയ്യേണ്ട വർക്കുകൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വേരിഫൈഡ് വിഷം മാഡം, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നില്ല, പ്രായം തളർത്തുന്നില്ല നിങ്ങളെ, നിങ്ങളിലുള്ള വിഷം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാട്ടുകാർ കാണുന്നുണ്ട്. മനസ്സിലായ? ഇതിലും കൂടുതൽ എനിക്ക് ഈ ലേഡിയോടൊന്നും പറയാനില്ല. ഓക്കെ, ഇനി അടുത്തൊരു മുതൽ മോഹൻലാലിൻ്റെ മേജർ പദവി, ലെഫ്റ്റനൻറ്റ് കേണൽ പദവി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ വേറൊരു ചങ്ങായി. മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ലെഫ്റ്റനൻറ്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം. ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ. ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് അദ്ദേഹം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു വാങ്ങണമെന്നുള്ള അഭിപ്രായം. ഞങ്ങളതിന് കേസും പോകും. ഏതടാ ഈ മരം കൊത്തിയൊക്കെ? എനിക്കറിയാൻ പാടില്ല. പദവി തിരിച്ചെടുക്കണം എന്നൊരു കാര്യം ചെയ്യും, ആ പദവി കയറിയിരിക്കും പോയിട്ട്. എൻ്റെ പൊന്നു മോനെ, ഒരു പദവി പോയതുകൊണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ സ്റ്റാർഡോ ഒന്നും വീണ് പോകുന്നില്ല ഇവിടെ. മനസ്സിലായോ? പിന്നെ ഇവിടെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്കെതിരെ, രാജ്യം ഭരിക്കുന്ന ആളുകൾക്കെതിരെ ഒന്നും പറയാനും ചെയ്യാനും പാടില്ല. രാജ്യം ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ പഞ്ചകുച്ച അടക്കിയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കണോ? എങ്ങനെ നിന്നു കൊടുക്കണോ എന്നുള്ളത് ഫുൾ ഫ്രെയിമിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല. കുഞ്ഞിട്ട് എന്നുള്ളത് എനിക്കാണ് മനസ്സിൽ വിചാരിച്ചോ. അതിനെപ്പോലെ അങ്ങനെ നിന്നു കൊടുക്കണോ ബാക്കിയുള്ളവർ? മോഹൻലാൽ എന്ന് പറഞ്ഞ ലെജൻഡറി ആക്ടർക്ക് 40 വർഷമായിട്ട് അഭിനയിക്കാൻ അറിയാം, സ്ക്രിപ്റ്റ് വായിക്കാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഏത് സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു, അയാളുടെ എന്താണ് പുറത്ത് വരാൻ പോകണമെന്നുള്ളതൊക്കെ അയാൾക്ക് കൃത്യമായിട്ടുള്ള ബോധവും വിവരവും ബുദ്ധിയൊക്കെ അയാൾക്കുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നവർക്കെതിരെ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ, അതാണ് നിൻ്റെ വിഷയം എന്നുണ്ടെങ്കിൽ, രാജ്യം ഭരിക്കുന്നവർക്കെതിരെ പറയാൻ പാടില്ല എന്നെവിടെയില്ലല്ലോ. ഇതാണ് ആ സിനിമയുടെ ഉള്ളിലുള്ളത്. രാജ്യം ഭരിക്കുന്ന വർഗീയ എലമെൻറ്റുകൾക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് നിങ്ങൾ റെയ്ഡുമായിട്ട് വരും. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിന്നെപ്പോലുള്ളവർ ഇറങ്ങി വന്നിട്ട് അതെടുത്ത് കളയണം ഇതെടുത്ത് കളയണം എന്നുള്ള ഡയലോഗ് അടിക്കും. പിന്നെ ഇവിടെ രാജ്യം ഭരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ സിനിമയ്ക്കകത്ത് പരാമർശിക്കുന്നതും വിമർശിക്കുന്നതും രാജ്യം ഭരിച്ചവരെക്കുറിച്ച്. ഈ സിനിമയ്ക്കകത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ബാബു ബജ്രംഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. മനസ്സിലായ? ഇയാളെ കുറിച്ചിട്ടാണ് എമ്പുരാനിലെ വില്ലൻ എന്ന് പറഞ്ഞ ആ ഒരു പരാമർശം അല്ലെങ്കിൽ ആ ക്യാരക്ടറും വെച്ചിട്ടുള്ളത് ബാബു ബജ്രംഗി എന്ന് പറഞ്ഞ ഒരാളുടെ റെഫറൻസ് വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ കുറേ കാര്യങ്ങളിലൂടെ പോയി നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ വീഡിയോ പ്ലേ. ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന 30 മിനിറ്റോളം നീളുന്ന ക്രൂര ദൃശ്യങ്ങൾ. അവിടെ ഗുൽബർഗ് സൊസൈറ്റിയും ബിൽക്കിസ് ബാനുവും ഓർമ്മിക്കപ്പെടുന്നു. വംശഹത്യയുടെ ഭീതിയിൽ ഒളിത്താവളം അന്വേഷിച്ചെത്തുന്ന മസൂദിന്റെ കുടുംബമടങ്ങുന്ന വലിയ കൂട്ടത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുന്ന ബൽരാജ് അഥവാ ബജ്രംഗി എന്ന ചിത്രത്തിൽ പേര് നൽകിയ വില്ലൻ ബാബു ബജ്രംഗി അഥവാ ബാബുഭായ് പട്ടേൽ എന്ന ഗുജറാത്തിലെ ബജ്രംഗ് ദൾ നേതാവിനെ ഓർമ്മപ്പെടുത്തും. 35ഓളം വരുന്ന കുട്ടികളടക്കം 97 മുസ്ലിങ്ങളെ കൊന്നുതള്ളിയ നരോദ പാട്ടിയ കൂട്ടക്കൊലയുടെ മുഖ്യ ആസൂത്രകൻ. മുൻപൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത്, മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു, കാരണം അവർ ദഹിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനുവേണ്ടി എന്നെ തൂക്കിലേറ്റിയാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. തൂക്കിലേറ്റുന്നതിന് മുൻപ് 2 ദിവസം ഇളവ് തന്നാൽ ഇനിയും ഒരു 7-8 ലക്ഷം മുസ്ലിങ്ങളെ കൂടെ കൊന്നുതള്ളാൻ തയ്യാറാണെന്നായിരുന്നു മസാ ആത്താ ഹൈ നാ സാഹേബ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ബജ്രംഗിയെയും ചിത്രം കൃത്യമായി ശത്രുപക്ഷത്ത് നിർത്തി. ഇതാണ് ഈ ക്യാരക്ടറിനെയാണ് ഇതിൽ ഇവർ എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 17 വർഷം മുമ്പ് തെഹൽക്ക TV പുറത്ത് വിട്ടിട്ടുള്ള ദ ട്രൂത്ത് ഗുജറാത്ത് 2002 ബാബു ബജ്രംഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. 10 ലക്ഷം വ്യൂസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം. कुछ भी हो, लेडीज हो, बच्चे हो, कुछ भी हो, काटने से कुछ मारो काटो जलाना
कैसा लगता है जब मारते तो कैसा लगता है? मजा आता है सब उसको मार के आके घर पे सो गए. മുസ്ലിങ്ങളെ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ കൊല്ലുന്നതിൽ മസ ആത്താനെ സാബ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇതേ കാര്യം തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും പറഞ്ഞിട്ട് പോകുന്നത്. അല്ലാതെ നിങ്ങളെ നേതാക്കന്മാരുടെ മറ്റേ വാല് തൂങ്ങിക്കേറിയതല്ല ഈ സിനിമ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കി വെച്ച മുരളി ഗോപിക്ക് കൃത്യമായിട്ട് അറിയാം അതിനകത്ത് എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. ഈവൻ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു. ഓക്കെ, ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPയുടെ നേതാവായിട്ട് ഈ അടുത്ത കാലത്ത് വന്ന രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിലേക്ക് വന്ന രാജീവ് ചന്ദ്രശേഖർ. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വന്നിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് BJP എലക്ട് ചെയ്ത്, ഓക്കെ, ചന്ദ്രശേഖർ ഇവിടെ വന്നു. ചന്ദ്രശേഖറിൻ്റെ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്പീച്ച് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ലിറ്ററലി ലൂസിഫറിനകത്ത് PR വർക്ക് ചെയ്ത് ജതിൻ രാംദാസിനെ കൊണ്ടുവന്ന് വെച്ച് മലയാളം പറയിപ്പിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരൻ്റെ മകൻ തൃശ്ശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശ്ശൂരിൽ പഠിച്ച 8 സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ സ്ഥലത്തിൽ പഠിച്ച, അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത, 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഇനിപ്പൊട്ടാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തം ജീവിത കഥ, ലൈഫ് സ്റ്റോറി ഒരു PR ടീം എഴുതി പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് വായിക്കേണ്ട ഒരു അവസ്ഥ വരുമോ? അതിനി സ്വന്തമായിട്ട് എഴുതി വെച്ച് കൊണ്ടുവന്ന് വായിക്കേണ്ട ഒരു അവസ്ഥ. എന്ത് ഗതികേടാന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പോളിട്രിക്സ് എന്നേ ഇതിന് പറയാനുള്ളൂ. സോ മുരളി ഗോപിയുടെ എനിക്ക് വന്നൊരു വിഷൻ ഉണ്ടല്ലോ, ആ വിഷനെ പോലെയാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല. രാമസിംഹൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഗർജിച്ചു പോയിട്ടുണ്ട്. മോഹൻലാൽ ദേശീയ സൈന്യത്തിൻ്റെ ഭാഗമായി ഇനി തുടരാൻ പാടില്ല. പിന്നെ കുറച്ച് ഫണ്ട് പേർക്ക് BJP നമ്മളെ രാജസിംഹന് കൊടുത്തു കഴിഞ്ഞാൽ സിംഹം വീഡിയോ ഉണ്ടാക്കുന്നൊക്കെ ഉള്ളത് രാമസിംഹം. ഓക്കെ, രാമസിംഹം വീഡിയോ ഉണ്ടാക്കുന്നുള്ളതൊക്കെ അയാളുടെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇടയിൽ കൂടി നൈസായിട്ട് ആരെങ്കിലും ഫണ്ട് അടയാൻ കുറച്ച് സിനിമ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചുള്ള സ്കീമിലായിരിക്കും പറഞ്ഞിട്ട് പോകുന്നത്. പൃഥ്വിരാജിനെതിരെ ഞാൻ കണ്ടൊരു കൊമെൻ്റാണ്. ഇവരുടെ ഒരു പൊട്ട തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നടൻ സുകുമാരന് ഒരേ ഒരു സഹോദരിയാണ് ഉണ്ടായിരുന്നത്, സതി. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മല്ലികയുടെ സഹപാഠിയുമായിരുന്നു സതി. അമ്മയുടെ മരണശേഷം മലപ്പുറത്തെ സുകുമാരൻ്റെ തറവാട്ടിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന സതിയായിരുന്നു താമസം. ഒരു മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്ന സതിയെ കിടപ്പുമുറിയിൽ പൂർണ്ണനഗ്നയായി മരിച്ചു കിടക്കുന്ന രീതിയിൽ ആയിരുന്നു പിന്നീട് കണ്ടത്. സതിയുടെ മകനുമായ മുസ്ലിം യുവാവും ആ മുറിയിൽ മരിച്ച നിലയിൽ ഉണ്ടായിരുന്നു. അന്ന് സതിക്ക് ആ മുസ്ലിം യുവാവിലുണ്ടായ കുഞ്ഞിനെ പറ്റി പിന്നീട് ഒന്നും അറിയില്ല. മദ്രസയിൽ നിന്നും മല്ലികയെയും മകൻ ഇന്ദ്രജിത്തിനെയും കൂട്ടി മലപ്പുറം ജില്ലയിലെ തറവാട്ടിൽ വന്ന സുകുമാരൻ സതിയുടെ മൃതദേഹം കണ്ടു ദുഃഖവും നാണക്കേടും ഓർത്ത് പൊട്ടിക്കരഞ്ഞിരുന്നു. തിരിച്ചു പോകുമ്പോൾ സതിയുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് മദ്രസയിലേക്ക് മല്ലികയും സുകുമാരനും മടങ്ങിയെന്നും ആ കുഞ്ഞാണ് പൃഥ്വിരാജ് എന്ന പേരിൽ എന്ന് പറഞ്ഞുള്ളൊരു കമൻ്റ്. ഇതൊരു മുഴുനീള കമൻ്റാണ്. ഓക്കെ, ഇങ്ങനത്തെയൊക്കെ കമൻറ്റുകൾ, അതായത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യനെ ഇനി ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഇവർ കമൻറ്റ് ബോക്സിലും വീഡിയോസിലും പ്രത്യക്ഷമായിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇട്ടിട്ട് ഇവർ വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ നാണമില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് നേതാക്കന്മാർ വന്നിട്ട് പറയുന്നത്, ഞങ്ങളിവിടെ ബാനൊന്നും പറഞ്ഞിട്ടില്ല, എമ്പുരാൻ സിനിമയ്ക്ക് ഞങ്ങൾ എന്ത് ബാൻ ചെയ്യണം, നമ്മളങ്ങനെ പറയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒരു വ്യക്തിയുടെ താല്പര്യമാണ്. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആർക്ക് വേണേൽ സിനിമ എടുക്കാം, എന്തും ചെയ്യാം. ഫ്രീഡം ടു എക്സ്പ്രസ്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അടികൂടി കുട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരെയും വെച്ചിട്ട് ഇമാതിരി തേർഡ് റേറ്റ് സാധനങ്ങൾ അടിച്ചു വിടുന്ന സ്ഥിരം സംഘി കൾച്ചർ, അതാണിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ ഇപ്പോൾ സിനിമ റീസെൻസർ ചെയ്യോ ഇമാരുടെ പരിപാടി എന്താണെന്ന് എനിക്കറിയില്ല.
മാക്സിമം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പടം കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവന്മാർക്ക് എന്താണ് കുരുവട്ടാൻ കാരണം എന്നുള്ളത് മനസ്സിലാവും. ഞാൻ നോക്കുന്നത് ഇവന്മാർക്ക് മാത്രമല്ലേ, കമ്മ്യൂണിസ്റ്റുകാർക്കും കുരുവട്ടണം, കോൺഗ്രസ്സുകാർക്കും കുരുവട്ടണം, എല്ലാവർക്കും ഒട്ടി ഓട്ടിയിട്ടുണ്ട്. ഇവന്മാർക്ക് മാത്രത്തിൽ ചൊറിയിറങ്ങാൻ കാരണം ഐ ഡോണ്ട് നോ. കൊള്ളാം എന്താണെങ്കിലും.